എവർഗ്രീൻ കിപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓട്ടോമോട്ടീവ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് വാഗണർ വേഴ്സസ് ടിയാഗോ ആണ്. ഓക്കെ, ഇത് വാഗണറാണ്. നമ്മുടെ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ രണ്ടും വെച്ച് അങ്ങനെ പലർക്കും കൺഫ്യൂഷൻ കാണും. വാഗണർ വേണം, ഇസഡ് വേണം, അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. ഓക്കെ, എങ്കിലും കുറച്ച് സ്പെക്കുകൾ നമ്മൾ രണ്ട് വണ്ടി ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ കൊണ്ടായ അനുഭവങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇത് 2025 മോഡൽ വാഗണറാണ്. നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് 1.2 ലിറ്റർ വരുന്ന വണ്ടികളാണ്. അതായത് വാഗണർ വരുന്നത് രണ്ടും എൻജിൻ വേരിയൻ്റ് ഉണ്ട്. ഒന്ന് വരുന്നത് പറയുമ്പോൾ 3 ലിറ്റർ 999 cc വരുന്നുണ്ട്. പിന്നെയുള്ളത് അത് LXIയിലും VXIയിലും വരുന്നുണ്ട്. പിന്നീട് വരുന്ന ഇസഡ് പ്ലസ് വരുന്ന 1.2 ലിറ്റർ വരുന്ന K12 എഞ്ചിനാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1.2 ലിറ്ററാണ്. 1200 cc ആണ് എൻജിൻസാണ് രണ്ടിലും വരുന്നത്. പക്ഷേ വാഗണറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. എന്നാൽ ടിയാഗോയിലോട്ട് വരുമ്പോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, പിന്നീടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ വൈബ്രേഷൻസ് ഇല്ല, കൂടുതൽ യാത്രാസുഖം നമുക്ക് കിട്ടും. എൻജിൻ അങ്ങനത്തെ വൈബ്രേഷൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ഇത് ഫീൽ ചെയ്യും. എന്നാൽ രണ്ടിൻ്റെയും ബോഡി വെയ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നല്ല വ്യത്യാസമുണ്ട് വാഗണറിനും ഈ ടിയാഗോയ്ക്കും പറയുമ്പോൾ. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ സൈസിലേക്ക് വരുമ്പോഴത്തേന് വാഗണർ LXI, അതായത് 1000 cc വണ്ടി വരുമ്പോഴത്തേന് 13 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് ZXIയിലോട്ട് വരുമ്പോഴത്തേന് 14 ഇഞ്ചാണ്. എന്നാൽ ഇത് XM ആണ് നമ്മുടെ വണ്ടി. ഇതിന് വരുന്നത് 13 ഇഞ്ച് ടയറാണ് വരുന്നത്. പിന്നെ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും തമ്മിൽ ഉള്ള കോസ്റ്റ്, അതായത് സർവീസ് മെയിൻ്റെനൻസ് കോസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറവ് വാഗണറിനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടിയാഗോയിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു 6 മാസം കൂടുമ്പോഴാണ് നമ്മുടെ കമ്പനി സർവീസിലായിരുന്നപ്പോഴത്തേന് വാറണ്ടി തരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. എന്നാൽ വാഗണറിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഇപ്പം മാരുതി വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം വർഷത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് സർവീസ് വരുന്നുള്ളൂ. അതും ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ സർവീസ് കോസ്റ്റ് വരുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ബോഡി ബിൽറ്റ് ക്വാളിറ്റിയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2019 മോഡലാണ്. നല്ല വെയ്റ്റ്, നല്ല ഹെവിയാണ് വണ്ടി ശരിക്കും. അതുകൊണ്ട് തന്നെ വളവൊക്കെ നമുക്ക് നല്ല ധൈര്യത്തിൽ കുറച്ചുകൂടിയും വീശിയെടുക്കാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മുടെ കീയിലേക്ക് വരാം. കീ കാണിക്കാം. എൻ്റെ വണ്ടിയുടെ ഇത് വാഗണർ, ഇത് വരുന്നത് ടിയാഗോ ആണ്. ഇതിനൊക്കെ നമുക്ക് വാഗണർ വരുമ്പോൾ നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്കാണ് വരുന്നത്. എന്നാൽ ഈ XMലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന കീ ഉപയോഗിച്ച് തിരിച്ച് ഉള്ള സെൻട്രൽ ലോക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ അകത്ത് സ്പേസാണ്. സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് അൺലോക്ക് ചെയ്യാം. വാഗണർ എന്ന് പറയുന്ന വണ്ടി നല്ല സ്പേഷ്യസ് ആണ്. പക്ഷേ ബാക്കിൽ വരുമ്പോഴത്തേക്ക് ബെഞ്ച് ടൈപ്പ് സീറ്റാണ് വരുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്, ഇരിക്കുന്നവർക്കെല്ലാം ഫീൽ ചെയ്യും. ഇതുപോലെ തന്നെ സീറ്റ് വലിയ കുഴപ്പം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടിയും സീറ്റ് ഇഷ്ടപ്പെട്ടത് ടിയാഗോയിലാണ് എൻ്റെ പേഴ്സണൽ ഇത് വെച്ച്. ഡ്രൈവിംഗ് സീറ്റല്ല, ബാക്ക് സീറ്റ്. എനിക്കറിയാം അവിടെ വരുന്നത് ബക്കറ്റ് സീറ്റാണ്. അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഇരിപ്പ് സുഖമായിട്ട്, തൈ സപ്പോർട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കുറച്ചുകൂടി ലെഗ് റൂം സ്പേസ്, നല്ല ലെഗ് റൂം സ്പേസാണ് ടിയാഗോയ്ക്കുണ്ട്, വാഗണറിനും ഉണ്ട്. പക്ഷേ ഒരു ബക്കറ്റ് സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബാക്കിലിരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ.
പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 4 സിലിണ്ടർ എഞ്ചിൻ വരുമ്പോഴത്തേന് അതിൻ്റേതായുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പയറിങ് വിത്ത് മൈലേജ് കമ്പയർ ചെയ്യുമ്പോഴത്തേന് മൈലേജ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് വാഗണറിന് തന്നെയാണ്. കാര്യം പുതിയ എഞ്ചിൻ വന്നിട്ടുണ്ട്, കേട്ടോൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. അതോടുകൂടി ഡ്യുവൽ ഇഞ്ചക്ഷനിലാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വാഗണറിനാണ് നമുക്ക് കുറച്ചുകൂടിയും മൈലേജിൻ്റെ ആസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുന്നത്. പിന്നെ രണ്ട് വണ്ടിയും കുഴപ്പമില്ല. ഇതൊരു 50,000 കിലോമീറ്റർ അടുത്തായ വണ്ടിയാണ്. നമുക്കിതുവരെ അങ്ങനെ മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. 2 തവണ ബാറ്ററി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നൊരു ഫീലിംഗാണ് നമുക്ക് വാഗണറിൽ നമുക്കുണ്ടാകുന്നുള്ളത്. എന്നാൽ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയാണെന്ന് ചോദിച്ചാൽ ടിയാഗോ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയും കൂടിയാണ്. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിതിപ്പോൾ ലോങ് ടൈം ലൈഫ് യൂസ് ചെയ്യുന്ന വണ്ടിയാണിത്. ഇത് നല്ല വണ്ടി തന്നെയാണ്. പിന്നെ നമുക്ക് കാണാം രണ്ട് വണ്ടിയുടെയും ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് നോക്കിയാൽ കുറച്ച് ലെങ്ത്ത് കൂടുതൽ ടിയാഗോയ്ക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഡയമെൻഷൻ വരുമ്പോഴും നമുക്ക് വരുന്നത് കുറച്ച് കൂടുതൽ വരുന്ന ടിയാഗോയ്ക്ക് തന്നെയാണ് കുറച്ച് ഇതുപോലെ വരുന്നത്. എന്നാൽ വലിയ വ്യത്യാസമില്ല. അതുപോലെ തന്നെ വീതിയും ടിയാഗോയ്ക്കായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇൻറ്റീരിയർ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വാഗണറാണ്. വാഗണറിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുന്നതിനപ്പുറമാണ് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിവിശാലമായ ബൂട്ട് സ്പേസാണ് വാഗണറിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഗേജ് വല്ലതും കൊണ്ടുപോകാം. ഇതുണ്ടോ, ഒരാൾക്ക് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്, ഇരിക്കാം. ഇവിടെ ലഗേജ് നമുക്ക് ഇതാക്കാം. ഏതല്ല ഇനിയിപ്പോൾ 2 പേർക്ക് ഇരിക്കണം, കൂടുതൽ ലഗേജ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റിങ്ങിനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ടിയാഗോയ്ക്കും കുഴപ്പമില്ലാത്തതുകൊണ്ട്. എന്നാൽ ബെറ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതുകൊണ്ട് ബെറ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗണറിനാണ് കൂടുതലുള്ളത്. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ടും ഉള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് ഓരോരുത്തരുടെയും ചോയ്സാണ് ഏതെടുക്കണം എന്നുള്ളത്. പിന്നെ വണ്ടിയുടെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിരിക്കും മാരുതിയുടെ വെഹിക്കിൾസിനായിരിക്കും കുറച്ച് വില കൂടുതൽ. നമ്മുടെ ഈ ZXi നമ്മുടെ XE ബേസ് മോഡൽ ഏകദേശം ഒരു 5.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാഗണർ കിട്ടും. വാഗണറല്ല, ടിയാഗോ നമുക്ക് കിട്ടും. എന്നാൽ ഇത് കിട്ടുമ്പോൾ തന്നെ ഈ ZXi വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് വാഗണറിന് വരുന്നത്. അപ്പം അധികം നമ്മൾ പൈസ മുടക്കാതെ ഒരു 1.2 ലിറ്റർ വേണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ച് നമുക്കൊരു കാർ എടുക്കണമെന്നുണ്ട്, 1.1 ലിറ്റർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ടിയാഗോ. ഇറ്റ്സ് എ 3 സിലിണ്ടർ എഞ്ചിൻ. ആൻഡ് അതർവൈസ് വി ക്യാൻ ഗോ ഫോർ വാഗണർ. അത് 1.2 ലിറ്ററാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പം അതുപോലെ തന്നെ സ്പോർട്ടി ലുക്കാണ് വാഗണർ വരുന്നത്. വാഗണറല്ല, ടിയാഗോ വരുന്നത് സ്പോർട്ടി ലുക്കാണ്. എന്നാൽ വാഗണറിന് നമ്മൾ സ്പോർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നല്ല അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ കയറും. സിറ്റിയിലും ഹൈവേലിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല വണ്ടി തന്നെയാണ്. നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വാഗണറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈറ്റുള്ള ആൾക്കാർക്ക്, അതായത് കാലിന് നീളമുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്. നമ്മൾ കുറേ നാൾ ഈ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഗണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാരുതിയുടെ മറ്റു വണ്ടിയിൽ യാത്ര ചെയ്താൽ പോലും, ദാറ്റ് മീൻസ് ഡ്രൈവ് ചെയ്യുന്നതല്ല, അല്ലാതെ ഇരിക്കുന്നവർക്ക് കോ പാസഞ്ചേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് വളരെയധികം ആൾക്കാർക്കും വാഗണർ തന്നെയായിരിക്കും. കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഹൈറ്റ്, സീറ്റ് പൊസിഷൻ്റെ അഡ്വാൻറ്റേജാണ്. അപ്പം ഇതാണ് നമ്മുടെ വാഗണർ വേഴ്സസ് ടിയാഗോ കമ്പാരിസൺ. ഇനിയും അടുത്ത വാഹനങ്ങളുടെ കമ്പാരിസണായിട്ട് നമ്മളിങ്ങനെ വരുന്നതായിരിക്കും. അപ്പം ഈ ടിയാഗോ വേണോ വാഗണർ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.